ശ്രദ്ധിക്കുക, ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും. ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കാർ ഡ്രൈവിംഗ് ഒക്കെ നമ്മൾ അത്യാവശ്യം പഠിച്ച് കഴിയുമ്പോഴും നമുക്ക് ഡ്രൈവിങ്ങിലുള്ള ഏറ്റവും ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു സന്ദർഭമാണ്, പല ആൾക്കാർക്കുള്ള ഒരു പ്രശ്നമാണ് വണ്ടിയുടെ ക്ലച്ച് കൺട്രോളിങ് കൃത്യമായിട്ട് കയറ്റത്ത് ചെയ്യാനായിട്ട് അറിയത്തില്ല. ഇപ്പൊ കയറ്റത്തൊക്കെ ഒരു വണ്ടി നിർത്തിയിട്ട് എടുക്കുന്ന ഒരു സാഹചര്യം വന്നാലും എങ്ങനെയൊക്കെ എടുത്തു പോകും. പക്ഷെങ്കിൽ കയറ്റത്ത് ക്ലച്ച് കൺട്രോൾ ചെയ്ത് വണ്ടി ഓടിക്കാനായിട്ട് പല ആൾക്കാർക്കും ധാരണയില്ല. കയറ്റത്തുള്ള ക്ലച്ച് കൺട്രോളിങ് നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാനായിട്ടുള്ള ട്രിക്ക് ഞാൻ നിങ്ങളെ ഇപ്പോൾ ഇവിടെ വണ്ടി ഓടിച്ച് കാണിച്ചു തരാം. ഇവിടെ മുന്നിലായിട്ട് അത്യാവശ്യം നല്ലൊരു കയറ്റമുണ്ട്. നമുക്ക് അവിടെ തന്നെ പോയിട്ട് കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാം. എന്തായാലും നിങ്ങൾ വീഡിയോ ഒന്ന് പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോക്ക് ഒരു ലൈക്ക് തരിക. അതോടൊപ്പം തന്നെ ഈ വീഡിയോ നിങ്ങളുടെ ഡ്രൈവിംഗ് പഠിക്കുന്ന കൂട്ടുകാരുടെ ഇടയിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് നൽകുക. നിങ്ങളിപ്പോൾ ഈ ഒരു റോഡ് നോക്കുക. ഈ ഒരു റോഡ് മുന്നിലേക്ക് പോകുമ്പോൾ നല്ല രീതിയിലുള്ള ഒരു കയറ്റമാണ്, കുറച്ച് ദൂരം കയറ്റം തന്നെയാണ് ഉള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള റോഡിൽ നമ്മൾ വണ്ടി ഓടിച്ചു വരുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് നമ്മുടെ വണ്ടി ക്ലച്ച് കൺട്രോൾ ചെയ്ത് പതിയെ ഓടിക്കേണ്ട സിറ്റുവേഷൻ വരും. പ്രത്യേകിച്ച് മുന്നിലും പിന്നിലും തൊട്ട് ചേർന്ന് വണ്ടിയുള്ള സാഹചര്യം. നമ്മുടെ വണ്ടി രണ്ട് വണ്ടിയുടെ ഇടയിലാണെങ്കിൽ മുന്നിൽ പോകുന്നത് ഇത്തരത്തിൽ ഒരു മുന്നിൽ വണ്ടി പോകുന്നു, ആ വണ്ടി പതിയാണ് പോകുന്നതെങ്കിൽ ആ വണ്ടിയുടെ വേഗതയ്ക്ക് അനുയോജ്യമായിട്ട് നമ്മുടെ വണ്ടിയെ സ്ലോ ചെയ്ത് ഓടിക്കേണ്ടി വരും. അതൊരു പ്രത്യേക ബാലൻസോടെ ക്ലച്ച് കൺട്രോൾ ചെയ്ത് ഓടിക്കേണ്ട ഒരു കാര്യമാണ്. ഇത് ക്ലിയർ ആയില്ലെങ്കിൽ നമ്മുടെ വണ്ടി ഒന്നെങ്കിൽ മുന്നിൽ പോകുന്ന വണ്ടിയോട് ചേർന്നിട്ട് ആ വണ്ടിയെ തട്ടും, അല്ലെങ്കിൽ നമ്മൾ വണ്ടി സ്ലോ ചെയ്യുന്ന സമയത്ത് പുറകോട്ട് വണ്ടി ബാക്ക് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ പുറകിൽ വണ്ടി ഉണ്ടെങ്കിൽ ആ വണ്ടിയെ തട്ടും. അതുകൊണ്ട് തന്നെ ഇത് കൃത്യമായിട്ട് നമ്മൾ ഡ്രൈവിങ്ങിൽ അറിഞ്ഞിരിക്കേണ്ടതും പ്രാക്ടീസ് ചെയ്തിരിക്കേണ്ടതുമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യാനായിട്ട് ഞാൻ അതിനൊരു മെത്തേഡ് നിങ്ങളെ കാണിച്ചു തരാം. നിങ്ങൾ ശ്രദ്ധിച്ച് തന്നെ കാണാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഞാനിതേ വണ്ടി ഓൾറെഡി സ്റ്റാർട്ടിങ്ങിലാണ്, ന്യൂട്രൽ ഗിയറിലാണ് വണ്ടി കിടക്കുന്നത്. ഞാൻ ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടുന്നു, ഫസ്റ്റ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു, ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുന്നു. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഇത്തരത്തിലുള്ള ഒരു കയറ്റത്തിൽ പതിയെ വണ്ടി ഓടിച്ചു പോകുമ്പോൾ നമുക്ക് ആ കയറ്റത്തിലേക്ക് ഒന്ന് കയറാം. ഞാനിത് ഫസ്റ്റ് ഗിയർ കൊടുത്തിട്ട് ലൈറ്റായിട്ട് ആക്സിലറേഷൻ കൊടുത്ത് ക്ലച്ച് നിന്ന് റിലീസ് ചെയ്ത് പതിയെ നമ്മൾ വണ്ടി എടുത്തു. ഓക്കെ, വീണ്ടും ഞാൻ മെല്ലെ സെക്കൻഡ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണ്. ഓക്കെ, എന്നിട്ട് നമുക്ക് ഈ കയറ്റത്തിൻ്റെ ആ ഒരു ഭാഗത്ത് വന്നിട്ട് വണ്ടി ഒന്ന് നിർത്തിയിട്ട് പതിയെ മൂവ് ആക്കി നോക്കാം. ഓക്കെ, ഞാനിതേ ഈ ഒരു ഭാഗത്ത് വണ്ടി മെല്ലെ ഒന്ന് നിർത്തുന്നു. നിങ്ങൾ നോക്കുക, അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു കയറ്റം ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. ഇനി അവിടെ നിന്ന് മുന്നോട്ട് കയറ്റമാണ്. ഓക്കെ, ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നിങ്ങൾ നോക്കുക, ഞാനിപ്പോൾ ഫസ്റ്റിലേക്ക് ഇട്ടു. ഞാൻ ഇനി ഇവിടുന്ന് ബ്രേക്ക് ചെയ്യുന്ന അയക്കുകയാണ്. അയക്കുന്ന സമയത്ത് നിങ്ങൾ നോക്കുക, വണ്ടി ഇതേ ബാക്കിലേക്ക് കണ്ടോ റോളായി പോകുന്നത് കണ്ടോ. ഓക്കെ, അപ്പം ബ്രേക്ക് ചെയ്യുന്ന അയച്ചു കഴിഞ്ഞാൽ വണ്ടി ബാക്ക് സൈഡിലേക്ക് റോൾ ആകുകയും ചെയ്യും. എന്നാൽ നമുക്ക് വണ്ടിയെ മുന്നോട്ട് പതിയെ മൂവ് ആക്കുകയും ചെയ്യണം. ഈ ഒരു സമയത്ത് നമുക്ക് ഹാൻഡ് ബ്രേക്ക് ഇട്ടിട്ട് ഒരു കാരണവശാലും വണ്ടിയെ പതിയെ മൂവ് ആക്കാനായിട്ട് കഴിയത്തില്ല. കാരണം എപ്പോഴും ഇങ്ങനെ ഹാൻഡ് ബ്രേക്കിലേക്ക് നോക്കിയിട്ട് അത് ചെയ്യാനായിട്ട് കഴിയത്തില്ല. അപ്പോൾ അതിന് ശരിയായ രീതിയിൽ തന്നെ നമ്മൾ ക്ലച്ചും ബ്രേക്കും ആക്സിലറേറ്ററും പ്രത്യേക രീതിയിൽ ബാലൻസ് ചെയ്താണ് വണ്ടി ഓടിക്കാനായിട്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കയറ്റത്ത് ഓടിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, കൃത്യമായിട്ടും ഫസ്റ്റ് ഗിയർ ഇട്ട് നമ്മളെ വണ്ടി സ്ലോ ചെയ്ത് പോകേണ്ട, കയറ്റത്തിൽ ഓടിച്ചു പോകേണ്ട സിറ്റുവേഷനിൽ ഫസ്റ്റ് ഗിയർ മാത്രം കൊടുക്കുക. കാരണം മറ്റൊന്നുമല്ല, ഏറ്റവും ടോർക്ക് കൂടിയ അത്രയും പവറുള്ള ഒരു ഗിയർ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കയറ്റത്ത് വണ്ടി പതുക്കെ ഓടിക്കാനായിട്ട് കഴിയത്തുള്ളൂ. ഇത് ഞാൻ ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുന്നു. ഇനി നിങ്ങൾ ചെയ്യേണ്ടത്, ബ്രേക്കേൽ കാല് ഞാൻ ഓൾറെഡി വെച്ചിട്ടുണ്ട് വണ്ടി ബാക്ക് സൈഡിലേക്ക് റോൾ ആകാതിരിക്കാനായിട്ട്. അതിനുശേഷം ഞാനിത് ക്ലച്ചിൽ നിന്ന് പതുക്കെ കാല് അയച്ചു വരികയാണ്. നമ്മൾ വണ്ടി മൂവ് ആകുന്ന ഒരു ഹാഫ് ക്ലച്ചിൻ്റെ കൃത്യമായിട്ടുള്ള പോയിന്റിൽ ഇപ്പോൾ വണ്ടി വന്നിട്ടുണ്ട്. അതിനുശേഷം ഞാനിത് ആ ഒരു പോയിന്റ് എൻ്റെ ഇടത്തെ കാലം അങ്ങനെ തന്നെ വെക്കുന്നു. അതിനുശേഷം ഞാൻ ബ്രേക്ക് ചെയ്യുന്ന കാലെടുക്കുമ്പോൾ നിങ്ങൾ നോക്കുക, എൻ്റെ വണ്ടി ബാക്ക് സൈഡിലേക്ക് പോകുന്നില്ല. ഇപ്പം പ്രോപ്പറായിട്ടുള്ള ഒരു ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലാണ് നിൽക്കുന്നത്. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട പോയിന്റാണ് ഞാൻ പറയുന്നത്. അപ്പം നമ്മൾ ഇവിടുന്ന് ഞാൻ ചെറുതായിട്ട് ആക്സിലറേഷൻ ഇനി മുന്നോട്ട് കൊടുക്കുകയാണ്. ആ പോയിന്റിൽ കറക്റ്റായിട്ട് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റ് കാല് നിൽക്കുന്നുണ്ട്. ഇവിടുന്ന് ഞാനിത് ലൈറ്റായിട്ട് ഇത് ആക്സിലറേഷൻ മുന്നോട്ട് കൊടുക്കുകയാണ്. കയറ്റത്തിൻ്റെ അളവ് ചെറുതാണെങ്കിൽ അതിനനുയോജ്യമായിട്ടുള്ള ഒരു ആക്സിലറേഷൻ കൊടുത്താൽ മതി. നല്ല അളവാണെങ്കിൽ, കയറ്റമാണെങ്കിൽ എന്ത് ചെയ്യണം, ആക്സിലറേഷൻ കൂടുതലായിട്ട് കൊടുക്കുക. ഇതേ ലൈറ്റായിട്ട് ആക്സിലറേഷൻ ഞാൻ ഇങ്ങോട്ട് കൊടുത്തു പിടിക്കുന്നു. നിങ്ങൾ നോക്കുക, അത്യാവശ്യം ഞാൻ ആക്സിലറേഷൻ കൊടുക്കുന്നുണ്ട്. അതിനുശേഷം എന്ത് ചെയ്യുന്നു, ഈ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് പതിയെ അയക്കുന്നു. ഇപ്പോൾ ഇതേ പതിയെ അയച്ച് ഫുള്ള് മാറ്റുമല്ല ചെയ്യുന്നത്, പതുക്കെ അയച്ചപ്പോൾ ഇത് വണ്ടി ഇങ്ങനെ നീങ്ങി. ഇനി നമുക്ക് വണ്ടി
വണ്ടി ഒന്ന് സ്ലോ ചെയ്യേണ്ട സിറ്റുവേഷൻ വരുന്നു. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഈ നമ്മൾ വന്ന ആ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് വീണ്ടും നമ്മൾ തിരിച്ചു വരിക. ഇപ്പം ഞാൻ എൻ്റെ കാല് ക്ലച്ച് പെഡലിൽ ഓൾറെഡി ഉണ്ട്. അപ്പം എനിക്ക് വണ്ടി സ്ലോ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരുമ്പോൾ എന്ത് ചെയ്യണം, പ്രോപ്പറായിട്ട് ആ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് വന്നിട്ട് ആക്സിലറേഷൻ കയറ്റത്തിന് അനുയോജ്യമായിട്ട് കൊടുക്കണം. അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇപ്പോൾ ഈ കയറ്റത്തിലേക്ക് ഇങ്ങനെ വന്ന് വണ്ടി സ്ലോ ചെയ്യേണ്ട സിറ്റുവേഷൻ വരുന്നു. ഞാനിത് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് എൻ്റെ കാലിങ്ങനെ താക്കുന്നു. കറക്റ്റ് പോയിന്റിൽ വന്ന് നിൽക്കുകയാണ്. അതിനുശേഷം ഞാനത് ആ പോയിന്റിൽ കൃത്യമായിട്ട് ആക്സിലറേഷനും കൂടെ ഞാൻ കൊടുത്തിട്ടുണ്ട്. വണ്ടി നിങ്ങൾ നോക്കുക, ആക്സിലറേഷനും കൂടെ കൊടുത്ത് ഞാൻ വണ്ടി ഇങ്ങനെ മെല്ലെ മുന്നോട്ട് മൂവ് ആക്കുകയാണ്. ഓക്കെ, വീണ്ടും ഒന്നും കൂടെ കാണിച്ചു തരാം. ഞാനിത് പ്രോപ്പറായിട്ട് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് ഇതേ കാലിങ്ങനെ മെല്ലെ താഴ്ത്തി വരുന്നു. ഇത് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റ് വന്നു. അപ്പം ആ പോയിന്റ് വരുമ്പോൾ നമ്മുടെ വണ്ടി ബാക്കിലേക്ക് റോളാകും. പോയിന്റിലേക്ക് നമ്മൾ ക്ലച്ച് ഇതാക്കുമ്പോൾ ബാക്കിലേക്ക് റോളാകും. അപ്പോൾ റോളാകാതിരിക്കാനായിട്ട് നമ്മൾ മുന്നോട്ട് പോകാനായിട്ട് ആക്സിലറേഷൻ കൊടുക്കണം. അതായത് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് നമ്മളിങ്ങനെ കാല് താഴ്ത്തി ആ ബൈറ്റിംഗ് പോയിന്റ് വരുമ്പം നമ്മൾ ഇവിടുന്ന് ആക്സിലറേഷൻ മുന്നോട്ട് കൊടുക്കണം. ഇപ്പം ഞാൻ ആക്സിലറേഷൻ മുന്നോട്ട് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ടൈമിൽ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വണ്ടി കൃത്യമായിട്ട് കയറ്റത് ബ്രേക്ക് ഇല്ലാതെ ഇപ്പോൾ നിൽക്കുകയാണ്. ഇനി വണ്ടി മുന്നോട്ട് മൂവ് ആക്കാനായിട്ട് എന്ത് ചെയ്യണം, ഇവിടുന്ന് നമ്മൾ ആക്സിലറേഷൻ പതുക്കെ മുന്നോട്ട് മൂവ് ആക്കുക. ആ സെയിം ടൈമിൽ ക്ലച്ചിൽ നിന്ന് പതിയെ കാലയക്കുമ്പോൾ നമുക്കിത് വണ്ടി ഇങ്ങനെ പതുക്കെ മൂവ് ആക്കുക. അപ്പോൾ പതിയെ കാലയച്ച് പതിയെ ആക്സിലറേഷൻ കൊടുക്കുമ്പോൾ മൂവ് ആക്കുക. ഇനി വണ്ടി വീണ്ടും സ്ലോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്ലച്ച് പതിയെ താഴോട്ട് താഴ്ത്തി കൊടുക്കുക. പതിയെ താഴോട്ട് താഴ്ത്തി കൊടുത്തിട്ട് നമ്മളിതേ മെല്ലെ ആക്സിലറേഷൻ മുന്നോട്ട് കൊടുക്കുന്നു. അതായത് ആക്സിലറേഷൻ മുന്നോട്ട് കൊടുക്കുന്നു. ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് പഴയ പടിയിൽ തന്നെ നമ്മൾ വീണ്ടും വരുന്നു. ഇനി വീണ്ടും മുന്നോട്ട് മൂവ് ആക്കാനായിട്ട് എന്ത് ചെയ്യണം, ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ട് അയക്കുക. ലൈറ്റായിട്ട് ആക്സിലറേഷൻ കൊടുക്കുമ്പോൾ വണ്ടി ഇങ്ങനെ മൂവായി. ഇനി വണ്ടി വീണ്ടും നമുക്ക് സ്ലോ ചെയ്യണേ എന്ത് ചെയ്യണം, ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് നമ്മളിങ്ങനെ ക്ലച്ചിലേക്ക് താഴ്ത്തി കറക്റ്റ് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റ് വരുന്നു. ആ ഒരു സമയത്ത് നമ്മളിങ്ങനെ ആക്സിലറേഷൻ ലൈറ്റായിട്ട് കുറയ്ക്കുന്നുണ്ട്. നിങ്ങൾ നോക്കുക, ലൈറ്റായിട്ട് കുറച്ച് കറക്റ്റ് ആ പോയിന്റ് വരുന്നു. എന്നിട്ട് വണ്ടി ബാക്കിലേക്ക് റോൾ ആകുന്നുണ്ടെങ്കിൽ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്നിട്ട് എന്ത് ചെയ്യണം, ലൈറ്റായിട്ട് ആക്സിലറേഷൻ മുന്നോട്ട് കൊടുത്തിട്ട് നമ്മൾ ഹാഫ് ക്ലച്ചിൽ വണ്ടിയെ ബാലൻസ് ചെയ്യണം. ഇങ്ങനെ. അപ്പം നിങ്ങൾക്കത് കറക്റ്റായിട്ട് ബാലൻസ് ചെയ്യാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രേ ഉള്ളൂ. നമ്മൾ ഇങ്ങനെ ക്ലച്ചും ബ്രേക്കും ചവിട്ടി വെച്ചേക്കുവാണല്ലോ. ഓക്കെ, ഞാൻ ഈ സൈഡിലേക്ക് ഒന്ന് ഒതുക്കിയിട്ട് ഒന്നും കൂടെ കാണിച്ചു തരാം. ആ കറക്റ്റ് ആ പോയിന്റിൽ ബാലൻസ് ചെയ്ത് നിൽക്കാനായിട്ട് നിങ്ങളിങ്ങനെ ക്ലച്ചും ബ്രേക്കും ചവിട്ടി നിൽക്കുക. ഇപ്പം അതിനുശേഷം ഞാനിത് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് വന്നു. ഓക്കെ, ഇപ്പോൾ വണ്ടി ബാക്കിലേക്ക് വണ്ടി കറക്റ്റായിട്ടുള്ള ആ പോയിന്റ് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ബ്രേക്കിൽ നിന്ന് പതിയെ കാലെടുത്തിട്ട് ആക്സിലറേഷൻ ഞാൻ മുന്നോട്ട് കൊടുക്കണം. ഓക്കെ, ആക്സിലറേഷൻ മുന്നോട്ട് കൊടുത്തില്ലേ വണ്ടി ബാക്കിലേക്ക് റോളാവും. ഇപ്പം ഞാൻ ബ്രേക്ക് ചെയ്യുന്ന കാലെടുത്ത് ആക്സിലറേഷൻ കുറച്ച് മുന്നോട്ട് കൊടുത്തു പിടിച്ചിട്ടുണ്ട്. കൊടുത്തു പിടിച്ചിട്ട് ആ സെയിം ടൈമിൽ നമ്മൾ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലും കൂടെ നിൽക്കുമ്പോൾ നമ്മുടെ വണ്ടി ബാക്ക് സൈഡിലേക്ക് പോകാതെ പ്രോപ്പറായിട്ട് നിർത്താൻ കഴിയും. വീണ്ടും വണ്ടിയെ മൂവ് ആക്കാനായിട്ട് ലൈറ്റായിട്ട് ആക്സിലറേഷൻ ഇത്തരത്തിൽ പതിയെ മുന്നോട്ട് കൊടുക്കുന്ന ടൈമിൽ ക്ലച്ചിൽ നിന്ന് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് പതുക്കെ അയക്കുക. വീണ്ടും സ്ലോ ചെയ്യാനായിട്ട് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് പതിയെ വരുന്നു. ആക്സിലറേഷൻ കുറയ്ക്കുക. അതിനുശേഷം വണ്ടി നിർത്താനായിട്ട് എന്ത് ചെയ്യണം, കറക്റ്റ് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്നിട്ട് ആക്സിലറേഷൻ മുന്നോട്ട് കൊടുക്കുക. നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയെന്ന് കരുതുന്നു. നിങ്ങൾക്ക് ധാരണയില്ലെങ്കിൽ വീണ്ടും ഈ വീഡിയോ ഒന്നും കൂടെ റിപ്പീറ്റ് അടിച്ച് കാണാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ ഇന്നത്തെ വീഡിയോയിൽ നിന്ന് കിട്ടിയെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നിങ്ങൾക്ക് ധാരണയില്ലെങ്കിൽ ഒന്നും കൂടെ നിങ്ങൾ വീഡിയോ കാണുക. പിന്നെ കൂടുതൽ സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. ഞാൻ ആ സംശയങ്ങൾ, നിങ്ങൾക്കുള്ള സംശയങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് വീണ്ടും മറ്റൊരു വീഡിയോ കൂടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ചെയ്തിട്ട് തരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനലിലുള്ള എല്ലാ വീഡിയോകളും നിങ്ങൾ കാണുക. പഴയ വീഡിയോകളൊക്കെ എടുത്ത് കണ്ടു നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒത്തിരി ഗുണം ചെയ്യും. ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഓരോന്ന് പാർട്ട് പോലെ തന്നെയാണ് ചെയ്തിട്ടേക്കുന്നത്. പക്ഷെങ്കിൽ പാർട്ട് 1, 2, 3 എന്നൊന്നും നമ്മൾ അതിനകത്ത് ടൈറ്റിൽ കൊടുത്തിട്ടില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷെങ്കിൽ ആദ്യം തൊട്ടുള്ള വീഡിയോകൾ നിങ്ങൾ കണ്ടു നോക്കുക. നിങ്ങൾക്ക് ഒത്തിരി അധികം ഗുണം ചെയ്യുന്ന അറിവുകൾ നമ്മുടെ ഡ്രൈവിംഗ് ടിപ്സ് ചാനലിലുണ്ട്. അപ്പോൾ വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും അടുത്തൊരു ദിവസം കാണാം. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. നന്ദി, നമസ്കാരം.